പൗരത്വ നിയമ ഭേദഗതിയും ഇലക്ടറൽ ബോണ്ടുമെല്ലാം ചർച്ചയായിരിക്കുന്ന സമയത്തുകൂടിയാണ് പുതിയൊരു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്സഭയിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 19-നാണ്. വോട്ടെണ്ണൽ ജൂൺ 4-നും. ഒറ്റഘട്ടത്തിൽ നടത്തുന്നതിനു പകരം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടത്താറുള്ളത്. നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ സമയക്രമത്തിനൊപ്പം വിശദമായ ഷെഡ്യൂളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ജൂൺ 4-ന് വോട്ടെണ്ണലും ഉണ്ടാകും. അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത്. കേരളത്തിൽ അടക്കം മുന്നണികൾ പലരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തീയതികൾ പുറത്തു വന്നതോടെ കൂടുതൽ സ്ഥാനാർത്ഥി പട്ടിക അടക്കം ദേശീയ തലത്തിൽ കോൺഗ്രസും BJPയും ഉൾപ്പെടെ ഇറക്കിയിട്ടുണ്ട്. ഗുജറാത്തിൽ മെയ് 7-നും ഡൽഹിയിൽ മെയ് 25-നുമാണ് വോട്ടെടുപ്പ്. അരുണാചൽ പ്രദേശിൽ ഏപ്രിൽ 19-നാണ് തിരഞ്ഞെടുപ്പ്. ആന്ധ്രയിലും തെലങ്കാനയിലും മെയ് 13-നാണ് തിരഞ്ഞെടുപ്പ്. ആദ്യഘട്ടത്തിൽ 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ്. തമിഴ്നാട്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് 28-ന് പുറത്തിറക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4-നാണ്. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-നും നടക്കും. എന്നാൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8-നും ആക്കിയിട്ടുണ്ട്. ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഇക്കുറി നടപ്പാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്തരത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പ്രകാരം രാജ്യത്തെ മൊത്തം വോട്ടർമാരിൽ 100 കോടി പേരാണ് ഇത്തവണ വോട്ടിനെത്തുക. അതായത് ആഗോള ജനസംഖ്യയുടെ ഏകദേശം 12.5%. ഏകദേശം 96.8 കോടി ആളുകൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യുന്നതോടെ ഈ എണ്ണത്തിൽ മാറ്റമുണ്ടാകാം. 2019-ലെ തിരഞ്ഞെടുപ്പിൽ ഏകദേശം 97 കോടി ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അർഹതയുണ്ടായിരുന്നു. എന്നാൽ 2014-ൽ ആകെ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണം 81.45 കോടിയായിരുന്നു. ഇതിൽ 49.7 കോടി പുരുഷന്മാരും 47.1 കോടി സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 1.8 കോടി ആദ്യ വോട്ടർമാരും ഉണ്ടായിരുന്നു. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകദേശം 55 ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും വോട്ടർ വെരിഫയർ പേപ്പർ ഓഡിറ്റ് മെഷീനുകളും ആവശ്യമാണ്. 2019-ൽ 23.3 ലക്ഷം ബാലറ്റ് യൂണിറ്റുകൾ, 16.35 കൺട്രോൾ യൂണിറ്റുകൾ, 17.4 ലക്ഷം VVPAT മെഷീനുകൾ എന്നിവ അവർ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഒപ്പം തന്നെ രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഉറപ്പാക്കാൻ പ്രസംഗങ്ങൾ, പ്രചാരണം, തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളുടെ ഉള്ളടക്കം, പോളിംഗ് ബൂത്തുകളിലെ പെരുമാറ്റച്ചട്ടം തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്നുമല്ല രസകരമായ വസ്തുത. പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം കേരളത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ തിരഞ്ഞെടുപ്പോടുകൂടി മത്സരിച്ചങ്ങ് തീർത്തേക്കണം. കാരണം 2029-ലെ തിരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നത് ഒരുപക്ഷെ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന നടപടിക്രമമായിരിക്കാം. മാത്രമല്ല മണ്ഡല പുനഃക്രമീകരണങ്ങൾ വരുന്നതോടെ മണ്ഡലങ്ങളും തീരെ കുറഞ്ഞു പോകും. പൊതുരംഗത്തേക്കും നിയമനിർമ്മാണ സഭകളിലേക്കും കൂടുതൽ സ്ത്രീകളുടെ കടന്നുവരവിനായി കാലങ്ങൾ നീണ്ട പോരാട്ടത്തിൻ്റെ വിജയമെന്ന വിശേഷം നൽകിയായിരുന്നു പുതിയ പാർലമെൻറ്റിലെ ആദ്യ ബിൽ എന്ന സവിശേഷതയിൽ വനിതാ സംവരണ ബില്ല് ഭരണ പ്രതിപക്ഷ പിന്തുണയോടെ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2021-ലെ സെൻസസ് പൂർത്തിയാക്കിയ മണ്ഡല പുനർനിർണയം നടപ്പാക്കിയ ശേഷമേ ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള സംവരണം നടപ്പിലാകൂ. അതിന് 2029 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതിന് അഭിനന്ദിക്കപ്പെട്ടെങ്കിലും ബില്ലിലെ വ്യവസ്ഥകളിൽ നിലനിൽക്കുന്ന ആശങ്കകളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇനിയും വ്യക്തത കൈവരാത്ത മണ്ഡല പുനഃക്രമീകരണത്തെക്കുറിച്ചും സംവരണത്തെക്കുറിച്ചുമാണ് പ്രധാന ആശങ്ക. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് മണ്ഡല പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് പുതിയ ആശങ്കകൾ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. കുടുംബാസൂത്രണ പരിപാടികളിലൂടെ ജനസംഖ്യ വിജയകരമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവായിരിക്കും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ലോക്സഭാ സീറ്റുകളുടെ ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനഃക്രമീകരണം നടപ്പാക്കുന്നതോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭാ പ്രാതിനിധ്യത്തിൽ വലിയ നഷ്ടം നേരിടേണ്ടി വരുന്നത്. ജനസംഖ്യാക്രമത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണയിച്ചാൽ BJPയോട് അകലം പാലിച്ചു നിൽക്കുന്ന തെക്കേ ഇന്ത്യയിൽ നിന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ ഗണ്യമായി കുറയും. BJPയെ ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ പ്രാപ്തരാക്കിയ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിക്കുകയും ചെയ്യും. അതായത് മണ്ഡല പുനഃക്രമീകരണം നടപ്പിലായാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ അധികം MPമാർ ഉത്തരേന്ത്യയിൽ നിന്ന് പാർലമെൻറ്റിൽ എത്തുമെന്ന് ചുരുക്കം. കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയ വനിതാ സംവരണ ബിൽ ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും സ്ത്രീകൾക്ക് 33% സംവരണമാണ് നൽകുന്നത്. എന്നാൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം പൂർത്തിയായാലേ കോട്ട നിലവിൽ വരികയുള്ളൂ. ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുന്നതിന് COVID-19 മഹാമാരി മൂലം 2021 മുതൽ അനിശ്ചിതത്വമായി മാറ്റിവെച്ച സെൻസസ് സർക്കാർ നടത്തേണ്ടതുണ്ട്.
2026 ശേഷം നടത്താനിരിക്കുന്ന ഡീലിമിറ്റേഷന് ശേഷം സംസ്ഥാനങ്ങളിലുടനീളം ലോക്സഭാ സീറ്റുകൾ പുനർനിശ്ചയിച്ചാൽ തമിഴ്നാടിനും കേരളത്തിനും ഒന്നിച്ച് 16 സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച കാർണഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് ഗവേഷണ പ്രബന്ധത്തിൽ പറയുന്നുണ്ട്. ഇത് പ്രകാരം ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് 32 സീറ്റുകൾ വർധനവുണ്ടാകുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് 24 സീറ്റുകൾ നഷ്ടമാകുമെന്നും പറയുന്നു. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടുക കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്കാണ്. 8 സീറ്റുകൾ വീതമാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് നഷ്ടമാകുക. ഇതോടെ നിലവിൽ കേരളത്തിൽ നിന്നുള്ള 20 ലോക്സഭാ സീറ്റുകൾ 12ആയി ചുരുങ്ങും. വെസ്റ്റ് ബംഗാളിൽ നിന്ന് 4 സീറ്റുകളും ഒഡീഷയിൽ നിന്ന് 3 സീറ്റും കർണാടകയിൽ നിന്ന് 2 സീറ്റും കുറയും. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ സീറ്റ് വീതവുമാണ് നഷ്ടപ്പെടുക. ഇതുവരെ BJP ഭരണത്തിലെത്താത്ത കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നഷ്ടമാകുന്നതെന്നും ശ്രദ്ധേയമാണ്. എന്നാൽ BJPക്ക് ശക്തമായ അടിത്തറയുള്ള ഉത്തർപ്രദേശിൽ 11 ലോക്സഭാ സീറ്റുകളുടെ വർധനവാണ് ഇതേ തുടർന്ന് ഉണ്ടാകുക. ബീഹാറിൽ 10 സീറ്റുകളും രാജസ്ഥാനിൽ 6 സീറ്റുകളും മധ്യപ്രദേശിൽ 4 സീറ്റുകളും വർദ്ധിക്കുന്നതായും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വടക്ക് ഹിമാലയം മുതൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രാതിർത്തി വരെ, കിഴക്കൻ മലനിരകൾ മുതൽ പടിഞ്ഞാറൻ മരുഭൂമികൾ വരെ വിശാലമായ ഭൂപ്രദേശത്തെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ്. ഇതിൽ ലോകത്തിലെ തന്നെ വലിയ നഗരങ്ങൾ മുതൽ ചെറു ഗ്രാമങ്ങൾ വരെ ഉൾപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 96.7 കോടി ജനങ്ങൾക്കാണ് രാജ്യത്ത് സമ്മതിദാന അവകാശമുള്ളത്. അവർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കേണ്ടതാകട്ടെ 543 ജനപ്രതിനിധികളെയാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 2 അംഗങ്ങൾ ഉൾപ്പെടെ 545 പേരാണ് ഇന്ത്യയുടെ അധോസഭയെ പ്രതിനിധീകരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഘടനയും സംസ്കാരങ്ങളും പോലെ തന്നെ വൈവിധ്യവും ദുർഘടവും നിറഞ്ഞതാണ് തിരഞ്ഞെടുപ്പ് നടപടികളും. വോട്ടെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുകയും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്ത മാർച്ച് 16 മുതൽ വോട്ടെണ്ണുന്ന ജൂൺ 4 വരെ 82 ദിവസങ്ങൾ നീളുന്ന തെരഞ്ഞെടുപ്പ് നടപടികളാണ് ഇത്തവണ. ഏപ്രിൽ 19-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 26-ന് കേരളം ഉൾപ്പെടെ വിധി എഴുതും. മെയ് 7-ന് മൂന്നാം ഘട്ടം, മെയ് 13-ന് നാലാം ഘട്ടവും, മെയ് 20-ന് അഞ്ചാം ഘട്ടവും, മെയ് 25-ന് ആറാം ഘട്ടവും, ഏഴാം ഘട്ടം ജൂൺ 1-നുമാണ്. കേരളം ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ 7 ഘട്ടമായിട്ടും തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ എടുത്ത ദിവസങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ്. 1980-ൽ 4 ദിവസങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയെങ്കിൽ 2019 തിരഞ്ഞെടുപ്പിൽ 39 ദിവസങ്ങൾ വരെയും 2024-ൽ 44 ദിവസങ്ങൾ വരെയും നീളുന്നതാണിത്. എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പോടെ ഈ ചിത്രങ്ങളെല്ലാം മാറിമറിയുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിനും സമൂഹത്തിനും ഗുണകരമാണെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി വിലയിരുത്തിയിട്ടുണ്ട്. ലോക്സഭ, നിയമസഭ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ രൂപീകൃതമായ രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. 8 വാല്യങ്ങളിലായി 18,000-ഓളം പേജുള്ള റിപ്പോർട്ടാണ് സമിതി തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള മോഡൽ റിപ്പോർട്ടിൽ ഇത് ഉണ്ട് താനും. വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് വലിയ പണച്ചെലവുണ്ടാക്കുന്നതാണെന്ന് സമിതി വിലയിരുത്തിയിട്ടുണ്ട്. ഒറ്റ തിരഞ്ഞെടുപ്പിലൂടെ ഈ ചെലവ് കുറയ്ക്കാനാകും എന്നാണ് സമിതിയുടെ റിപ്പോർട്ടിൽ വിശദീകരിച്ചിരിക്കുന്നത്.